ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന KSU മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതേ വിഷയത്തിലാണ്. ഇതേ വിഷയത്തിൽ തന്നെയായിരുന്നു KSUവിൻ്റെ പ്രതിഷേധം. JS വിദ്യാർത്ഥിയുടെ മരണത്തിൽ കുറ്റക്കാരെ സംരക്ഷണ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSUവിൻ്റെ സമരം. പ്രകോപനമായി പ്രവർത്തകർ പോലീസിന് നേരെ നീങ്ങുകയാണ്. ജലപീരങ്കിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന പ്രവർത്തകരെ കണ്ടു. ജലപീരങ്കിക്ക് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ. ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ജലപീരങ്കി പ്രയോഗം തുടങ്ങിയിരിക്കുന്നു. KSU സെക്രട്ടേറിയറ്റിലേക്ക് KSUവിൻ്റെ മാർച്ചിന് നേരെയാണ് ജലപീരങ്കി പ്രയോഗം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നേരത്തെയും ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരുന്നു. ജലപീരങ്കി പ്രയോഗത്തിന് പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ ജലപീരങ്കി പ്രയോഗമേറ്റൊരു പ്രവർത്തനം വീണ്ടും എന്ന് തോന്നുന്നു. നേരത്തെയുള്ള ജലപീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ പോലീസിന് നേരെ തടിച്ചുകൂടുന്ന മുദ്രാവാക്യം പ്രതിഷേധങ്ങൾ മുഴക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ്, അല്ലെങ്കിൽ ആ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് CBI അന്വേഷണം വിടുക, ഡീനെ പ്രതികർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ എന്നിവർ അവിടെ നിരാഹാര സമരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചാണ്. സലീം ആൽക്കിരുന്നു. സലീം, വലിയ പ്രകോപനം പ്രവർത്തകരും ഉണ്ടാക്കുന്നില്ല, പോലീസും സംയമനം പാലിക്കുകയാണല്ലേ? ഹാഷ്മി, ഇപ്പോൾ KSU പ്രവർത്തകർ പാളയത്ത് നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വന്ന മാർച്ചാണ്. അത് ഇപ്പോൾ പ്രവർത്തകർക്ക് ജലപീരങ്കിയിൽ പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ട്. ചോരയൊലിപ്പിച്ച ഒരു പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വലിയ നിലയിലുള്ള പ്രകോപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒപ്പം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരുക്കേറ്റ പ്രവർത്തകനെ ഇപ്പോൾ റോഡിന് നടുവിൽ കൊണ്ട് വന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് KSU സമരരംഗത്തേക്ക് കടന്നത്. ഇന്നലെ വയനാട് സർവകലാശാലയിലേക്ക് നടത്തിയ സമരത്തിൽ വലിയ പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ധു കൂടി ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നിലയിലൊരു സമരം കൂടി ആഹ്വാനം ചെയ്തത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തിയത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ഈ മാർച്ച് ആരംഭിച്ച് ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറും നിരാഹാരം ഇതേ വിഷയത്തിൽ കിടക്കുകയാണ്. ആ നിരാഹാര വേദിയിലേക്ക് പോയതിനു ശേഷം അവിടെ അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ ഈ സമര ഗേറ്റിന് മുൻപിലേക്ക് വന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ വലിയ പ്രകോപനത്തിലേക്ക് KSU പ്രവർത്തകർ തിരിയുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നേരിട്ട് KSU വേഴ്സസ് പോലീസ് എന്ന നിലയിലേക്ക് ഒരു ഫൈറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ കാഴ്ച സെക്രട്ടേറിയറ്റിൽ നിന്ന് കാണാൻ കഴിയും. ആ നിലയിൽ വലിയ പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അവിടെ സംഘർഷം, പോലീസും KSU പ്രവർത്തകരും പോലീസിന് നേരെ പഞ്ഞെടുക്കുന്നുണ്ട്. നിർക്കുന്ന ഏറ്റുമുട്ടലാണ്. MG പ്രതീഷ് കുറിച്ച്. പ്രതീഷ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹാഷ്മി, നിലവിൽ ഒരു പോലീസ് ലാത്തി ചാർജിലേക്ക് കടക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുന്നു. പിന്നീട് നിരന്തരം പോലീസ് നേരെ പ്രകോപനം തീർത്തു. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ജലപീരങ്കി പ്രയോഗിച്ചതിനാലെ ഒരു പ്രവർത്തകന് പരിക്കേക്ക് മാറ്റിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോയി 2 തവണ പോലീസ് ലാത്തിചാർജ് നടത്തി. പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു കയ്യേറ്റം, ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം. പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും കൂടുതൽ പ്രവർത്തകർ പ്രകോപനവുമായി പോലീസിന് നേരെ തിരിയുകയാണ്. വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിക്കണം പ്രതിഷേധവുമായി KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിലേക്ക് വരികയാണ്. കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ട്. നിരന്തരമായി പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നു. ഈ KSU പ്രവർത്തകന് പരിക്കേറ്റതിന് പിന്നാലെയാണ് കൂടുതൽ പ്രകോപനങ്ങൾ, കൂടുതൽ പ്രതിഷേധങ്ങൾ ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.
CA അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിരൂക്ഷമായിട്ടുള്ള തർക്കങ്ങളും കയ്യാങ്കളിയും ആണ് നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാകുന്നത്. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ല. പിന്നീട് ഒരു പ്രവർത്തകന് പരിക്കേറ്റതോടെയാണ് അതൊരു സംഘർഷ സാധ്യതയിലേക്ക് കലാശിച്ചത്. ഈ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന്റെ സമരകേറ്റ് ചാടിക്കടന്ന് സെക്രട്ടേറിയറ്റിന് ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി. ഇത് പോലീസ് തടഞ്ഞു. അങ്ങനെയാണ് ഒരു കയ്യാങ്കളിയിലേക്കും ഒരു സംഘർഷ സാഹചര്യത്തിലേക്കും പോയത്. ഇപ്പോഴും ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നത്. നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സംഘർഷ സാധ്യത പരമാവധി ഒഴിവാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിലും കൂടുതൽ പ്രകോപനങ്ങൾ KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് KSU പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുന്നത്. നേരത്തെ രണ്ടാമത്തെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. കൂടുതൽ KSU പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ സെക്രട്ടറിയിലേക്ക് പോകുന്നതിനെ പോലീസ് തടയുന്നതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത്, ഉന്തും തള്ളിന് കാരണമാകുന്നു. പക്ഷേ പോലീസ് അവിടെ ഒരു ലാത്തിച്ചാർജ്, ജലപീരങ്കിക്ക് അപ്പുറം ഒരു പോലീസ് നടപടിയിലേക്ക് പോകുന്നില്ല. സലീം കുടിച്ചിരുന്നു. സലീം, ലാത്തിച്ചാർജ് വേണ്ടതില്ല എന്നൊരു തീരുമാനം പോലെ പോലീസ് നിൽക്കുന്നുണ്ട്. പോലീസ് ഗോബാക്ക് മുദ്രാവാക്യവും ഉണ്ടല്ലേ സലീം? ഹാഷ്മി, ഇപ്പോൾ പ്രവർത്തകർ ഒരു ഭാഗത്ത് നിന്ന് ഒരുപറ്റം പ്രവർത്തകർ ഇവിടേക്ക് MG റോഡിന്റെ പരിസരത്തേക്ക് നടുവിൽ വന്ന് ഈ റോഡ് ഉപരോധിക്കാനായി വരുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം മറ്റു പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് മുൻപിലേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ആ നിലയിലേക്ക് സമരം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സാധാരണഗതിയിൽ ഇവിടേക്ക് വരുന്ന സമരങ്ങൾ ആദ്യം ഈ പ്രവർത്തകർ പ്രകോപനവുമായി ബാരിക്കേഡിന് മുൻപിലേക്ക് പോവുകയും അതിനുശേഷം ഒരു ഉദ്ഘാടന സമ്മേളനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിസംബോധന പ്രസംഗമോ ഉണ്ടാകും. അതിനുശേഷമാകും ഇത്തരത്തിലുള്ള മറ്റു നടപടികളിലേക്ക് പ്രവർത്തകർ കടക്കുക. പക്ഷേ ഇന്ന് അത്തരത്തിൽ ഒരു ഉദ്ഘാടന സമ്മേളനവും ഒരു പ്രസംഗത്തിനുമുള്ള സാധ്യത പോലും നൽകാതെ പോലീസ് ആദ്യം തന്നെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അതോടുകൂടി തന്നെ KSU പ്രവർത്തകരും വലിയ നിലയിൽ പ്രകോപിതരായി. അതിനുശേഷം രണ്ടാമത് ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴാണ് ഒരു പ്രവർത്തകനെ പരിക്കേറ്റതോടുകൂടി KSU പ്രവർത്തകർ വലിയ നിലയിൽ പ്രതിഷേധം അത് കൂടുതൽ വലിയ നിലയിലേക്ക് മാറ്റുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാനുള്ള ശ്രമവും ഇത്തരം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, പോലീസുമായി ഉന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടാകുന്നൊരു സാഹചര്യവും ഉണ്ടായി. അതിന് പിന്നാലെ ഈ പോലീസ് ആദ്യം ലാത്തി വീശാനോട് ആരംഭിച്ചെങ്കിലും അത് പൂർണ്ണ നിലയിൽ ഒരു ലാത്തി ചാർജ് എന്ന നിലയിലേക്ക് പോലീസ് കടന്നില്ല. അതിനുശേഷം പ്രവർത്തകരെ പിടിച്ചു മാറ്റാനും പിടിച്ചു തള്ളാനുമുള്ള ശ്രമമാണ് ഉണ്ടായത്. അത് പോലീസ് ആ നിലയിൽ തുടർന്നപ്പോൾ KSU പ്രവർത്തകരും നേരെ തന്നെ നിന്ന് അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടുകൂടി തന്നെ KSUവും പോലീസും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റ് എന്ന നിലയിലേക്ക് അല്പസമയം ഇവിടെ മാറുന്ന ഒരു അന്തരീക്ഷവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ നിലയിൽ വലിയ നിലയിലുള്ള ഒരു പ്രതിഷേധം പ്രവർത്തകർ വീണ്ടും ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് പോകുന്ന ആ നിലയിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരയവും വരാത്തൊരു സാഹചര്യം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു വാക്കേറ്റം സംഘർഷം എന്ന നിലയിലേക്ക് തന്നെ പോകുന്നു. കഴിഞ്ഞ 10 മിനിറ്റിലധികമായി ആ നിലയിൽ തന്നെ തുടരുകയാണ് പ്രവർത്തകർ. വലിയ നിലയിൽ പ്രകോപനം പോലീസിന് നേരെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും സംയമനം പാലിക്കുകയാണ്. പോലീസ് ലാത്തി ചാർജിലേക്കോ മറ്റു നടപടികളിലേക്കോ കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രവർത്തകൻ ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. 2 തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയതിനു ശേഷം പോലീസ് പിന്നീട് ജലപീരങ്കി പ്രയോഗത്തിലേക്ക് ഉൾപ്പെടെ മുതിർന്നിട്ടുമില്ല. KSU ആവട്ടെ ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധം ഉൾപ്പെടെ ആഹ്വാനം ചെയ്ത ഈ സമരം, ഈ പൂക്കോട് വിഷയം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ നിലപാട് കൂടി എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജബി മേത്തർ എന്നിവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുകയാണ്. ഈ സമരം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് ആ നിലയിലൊരു സമരം നടക്കുന്നുണ്ട്. അങ്ങനെ പൂക്കോട് വിഷയം സംസ്ഥാനത്താകെ കത്തിച്ചിടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആവശ്യം കോളേജ് ഡീനിനെ പുറത്താക്കുക, ഒപ്പം തന്നെ പ്രതിപട്ടികയിൽ ചേർക്കുക, കൊലക്കുറ്റം ചുമത്തുക, അസിസ്റ്റന്റ് വാർഡനെയും പുറത്താക്കുക, കേസ് CBIയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയോ അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. പോലീസ് പ്രതികൾക്കൊപ്പമാണ്. പോലീസ് പ്രതികളെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് ശ്രമിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് KSUവിന്റെയും ഒപ്പം മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റിലേക്ക് സമരമായി എത്തിയത്. ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡുകൾ ഇളക്കിക്കൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് KSU പ്രവർത്തകർ. വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു. 2-3 ആവർത്തി ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടന്നു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ തടിച്ചുകൂടി നിൽക്കുകയാണ് KSUവിന്റെ പ്രവർത്തകർ. പോലീസുമായി
നേർക്കുനേർ ഒരു ഏറ്റുമുട്ടൽ, നേർക്കുനേർ ബലപ്രയോഗത്തിലെ KSU പ്രവർത്തകർ അല്പസമയം മുൻപ് പോകുന്നത് കണ്ടു. കൂടുതൽ സംഖ്യ KSU പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട്, ഡീനെ പ്രതിയാക്കണം എന്നൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള KSUവിൻ്റെ സമരമാണ്, പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സാധാരണഗതിയിൽ ഉദ്ഘാടനമൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് ഉദ്ഘാടനത്തിന് പോലും സമയം കിട്ടില്ല. അതിനു മുമ്പ് ജലപീരങ്കി പ്രയോഗമൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ വലിയ വാക്പോലുണ്ടാകുന്നു. ഒരു പ്രവർത്തകർ, 1-2 പ്രവർത്തകർക്ക് ഇപ്പോൾ പരിക്കുണ്ട്. പോലീസിൻ്റെ ലാത്തിയല്ല, പോലീസിൻ്റെ ഷീൽഡ് അടക്കം പിടിച്ചു വാങ്ങാനുള്ള നീക്കം ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരം പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് മാറ്റുകയാണ്. അവിടെ വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷേ എപ്പോഴും ഒരു ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു കാര്യങ്ങൾ. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിലൂടെ നേതാക്കൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടലുണ്ടാകും. നേതാക്കൾ ആ പ്രവർത്തകരെ അവിടുന്ന് മാറ്റുന്നു. റോഡ് ഉപരോധം, MG റോഡ് ഉപരോധം അടക്കം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഒരു സംഘർഷഭരിത സാഹചര്യമില്ല എന്ന് പറയാൻ കഴിയില്ല. ഒരു പ്രവർത്തകന് പരിക്കേറ്റിരുന്നു. ആ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ പോലീസുമായി ഒരു പ്രവർത്തകൻ ഒറ്റയ്ക്ക് പോലീസുമായി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രവർത്തകർ വന്ന് ഏറ്റുമുട്ടുകയാണ്. വലിയ സംഘർഷഭരിത സാഹചര്യത്തിലെ കാര്യങ്ങൾ പോകുമെന്ന് അറിയില്ല. എന്തായാലും ഇത്ര സമയമായിട്ടും ലാത്തി പ്രയോഗം എന്നുള്ളതിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ലാത്തി പ്രയോഗിച്ചിട്ടില്ല. ജലപീരങ്കി പ്രയോഗം മാത്രമേ. നമ്മൾ നേരത്തെ ഓർമ്മയുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരം രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലേക്ക് എത്തിയ ഒരു സമരത്തിലൊക്കെയും അങ്ങനെ വലിയ പ്രകോപനങ്ങൾക്ക് വശമതരാകാൻ നിൽക്കുകയായിരുന്നു പോലീസ്. ഇക്കുറിയും നിർദ്ദേശം ലാത്തി ചാർജ് വേണ്ട എന്ന നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന മട്ടിൽ നിസ്സംഗരായി അല്ലെങ്കിൽ നിൽക്കുകയാണ് പോലീസ്. അവിടെ MG പ്രതീക്ഷ MG റോഡ് ഉപരോധം തുടരുകയാണോ? ഈ സമരം എത്ര സമയം തുടരും എന്നാണ് കരുതേണ്ടത് പ്രതീഷ്? KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. നിരന്തരം പോലീസുമായി വാക്കേറ്റവും ഒരു ഉന്തും തള്ളും KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. 3 തവണയാണ് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ഈ സമര ഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്നും ഒപ്പം ഈ പോലീസിന്റെ കഴിഞ്ഞ ദിവസം ഇപ്പോഴുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധവുമാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. വലിയ തരത്തിലൊരു സംഘർഷ സാഹചര്യം നിലവിൽ ഇല്ല എങ്കിലും ഏത് നിമിഷവും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും സെക്രട്ടേറിയറ്റിന് ഉണ്ട്. കാരണം ഈ പ്രവർത്തകർ പല ആവർത്തി പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴൊക്കെ തന്നെ പോലീസിന് നേരെ പ്രവർത്തകർ ചീറിയടുക്കുകയും ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഈ പ്രവർത്തകരുടെ അടുത്ത് പോലീസിനടുത്ത് തന്നെ പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിനെ മതിൽ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമമാണ് നിരന്തരം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ പോലീസുകാരടക്കം ഇപ്പോൾ സമരഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ മറ്റ് 18 പേരല്ലാതെ മറ്റുള്ളവർക്കെതിരെ നടപടി വേണമെന്നും അവരെ പ്രതി ചേർക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും KSU പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ലാത്തി ചാർജിലേക്ക് കടന്നിരിക്കുന്ന പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ലാത്തി ചാർജിലേക്ക് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. നേരത്തെ തന്നെ ഈ പലതവണ ലാത്തി ചാർജിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പോലീസ് സംയമനം പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ലാത്തി ചാർജിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ അത് വലിയ തരത്തിലൊരു പ്രതിരോധം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പരമാവധി ഒരു സംയമനം പാലിച്ചു തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. കൂടുതൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോഴും ഈ MG റോഡിൽ പ്രവർത്തകരും പോലീസും തമ്മിലൊരു പ്രതിഷേധ സാഹചര്യം, ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ KSU പ്രവർത്തകരിൽ ഒരാൾക്ക് പരിക്കേറ്റത് ഉൾപ്പെടെയാണ് ഒരു കൂടുതലൊരു പ്രതിഷേധത്തിലേക്ക് കാരണമായത്. ഇപ്പോൾ ലാത്തിചാർജ് പൂർണ്ണാർത്ഥത്തിൽ വിളിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്തായാലും തള്ളി പോലീസിനടുത്തേക്ക് വന്ന പ്രവർത്തകരെ ലാത്തിചാർജ് നടത്തി, ഒരു മിനി ലാത്തിചാർജ് നടത്തി പ്രവർത്തകർ പോലീസ് അവിടെ നീക്കുകയായിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ ഉന്തും തള്ളും സംഘർഷഭരിതമായി തന്നെ നിൽക്കുകയാണ് കാര്യങ്ങൾ. പ്രവർത്തകരെ അടിക്കുമ്പോൾ അതിനെ ചെറുക്കുന്ന മുതിർന്ന ആൾക്കാരെയും ആ സമരമുഖത്ത് കാണാനുണ്ട്. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ ക്രൂരമായ മരണത്തിൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ക്രൂരമർദ്ദനത്തിൽ
അതിനെ തുടർന്നുള്ള ആത്മഹത്യയിലൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് KSU. പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഡീനെ പ്രതികർക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ നേതാക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, KSU സംസ്ഥാന അധ്യക്ഷൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ഒക്കെ ഇപ്പോൾ നിരാഹാര സമരത്തിലാണ്. സമരമുഖത്താണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. സലീം മാലിക് ചേർന്നു. സലീം, ലാത്തിച്ചാർജ് ഒന്ന് തുടങ്ങിയെങ്കിലും പെട്ടെന്ന് പോലീസ് അവസാനിപ്പിച്ചു അല്ലേ? ഹാഷ്മി, ആദ്യഘട്ടത്തിൽ ഒരു ലാത്തി ചാർജിലേക്ക് പോലീസ് നീങ്ങാൻ ഒരുങ്ങിയതാണ്. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ലാത്തി ചാർജിലേക്ക് പോലീസ് ഇപ്പോഴും കടന്നിട്ടില്ല. പോലീസ് പരമാവധി പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ്. അതേസമയം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമം ഈ പോലീസുകാരുടെയും KSU പ്രവർത്തകരുടെയും ഇടയിൽ നിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല. വലിയ നിലയിലുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഡീനിനെ പുറത്താക്കുക, ഡീൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക, അതിനോടൊപ്പം തന്നെ കൊലക്കുറ്റം ഡീനിനെതിരെ ചുമത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല ഈ കേസിൽ നിന്നും പോലീസ് അന്വേഷണം പോലീസിൽ നിന്ന് മാറ്റി അതിനു പകരം CBI അന്വേഷണം ഏൽപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും ഈ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടേക്ക് ഇടപെട്ട് പോലീസുകാരെ ഒരു ഭാഗത്തേക്കും ഒപ്പം തന്നെ പ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്കും പിന്തിരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഒരല്പം സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ സമയമായി യൂത്ത് കോൺഗ്രസുകാരും ഒപ്പം പോലീസുകാരും തമ്മിൽ പരസ്പരം ഒരു കയ്യാങ്കളിയിലേക്ക്, പിടിച്ചുതള്ളലിലേക്കൊക്കെ പോയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടേക്ക്, സമരവേദിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടേക്ക് എത്തി. അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ പോലീസിനെ ഒരു ഭാഗത്തേക്ക് അനുനയിപ്പിച്ച് പറഞ്ഞയക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്ക് നിർത്തുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും റോഡിന് നടുവിൽ നിന്ന് തന്നെ വലിയ മുദ്രാവാക്യങ്ങൾ പോലീസിന് നേരെ മുഴക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസ് ഗോ ബാക്ക് എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ, വലിയ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെ പ്രവർത്തകർ ഇപ്പോഴും മുഴക്കുന്ന സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. 4 തവണ പ്രവർത്തകർക്ക് നേരെ ഇതിനോടകം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഓരോ തവണ ജലപീരങ്കി പ്രയോഗം കഴിയുമ്പോഴും പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ സ്ഥിതി അല്പം ശാന്തമായിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ നിന്ന് സമരവേദിയിലേക്ക്, അതായത് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷന്മാർ, സംസ്ഥാന അധ്യക്ഷന്മാർ നടത്തുന്ന നിരാഹാര സമരവേദിയിലേക്ക് മുദ്രാവാക്യമായി പ്രവർത്തകർ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ പ്രവർത്തകർ ഇപ്പോൾ അവിടേക്ക് മുദ്രാവാക്യവുമായി പോവുകയാണ് നിലവിൽ. അതോടുകൂടി ഒരു സംഘർഷത്തിന് തൽക്കാലം അയവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഇവിടെ മുൻകൈ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റു പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യവുമായി സമരവേദിയിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും തൽക്കാലം KSUവിൽ നിന്ന് നടത്തിയ സമര സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്നും അവർ പിരിഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇതേ വിഷയത്തിൽ നാളെ ഉണ്ടാകും എന്ന് ഇതിനോടകം സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിന്റെയും പ്രതിഷേധം ഉണ്ടാകും. അത് ഏതാദ്യം നടത്തണം. സെക്രട്ടേറിയറ്റ് നടയിൽ KSUവിന്റെ പ്രതിഷേധ മാർച്ച് തുടരുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ കൂടി നിൽക്കുന്നു. പോലീസ് ആക്ഷൻ പലയാവർത്തി ഉണ്ടായെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കി